ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊക്കെ ഒലിവ് കണ്ടോ? ഇതാണ് ഇവിടെ ഫ്ലോറൻസിൽ ഞങ്ങൾ ഇന്ന് കളക്ട് ചെയ്ത ഒലിവ്. ഈ ഒലിവായ കൊണ്ടുപോയിട്ട് വേണം ആട്ടി അതിൻ്റെ ഒലിവ് ഓയിൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു സിസ്റ്റേഴ്സിൻ്റെ മഠത്തിനോട് ചേർന്ന് കുറച്ച് ഏക്കർ ഒലിവ് തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ സഹായിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാനും വൈഫും മെസ്സറും ഇവിടെയുള്ള കുറേ മലയാളികൾ കൂടി ഞങ്ങൾ ഈ ഒലിവ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ പൗലോസേട്ടാ, അപ്പോൾ ഇത് ഏകദേശം ഒരു മരത്തുമേന്ന് എന്തോരം കായ കിട്ടും? ഏകദേശം എത്ര കിലോത്തോളം ഉണ്ടാവും? ഒരു കസേത്ത 20 കിലോണ്. ആ ഒരു കസേത്ത ഒരു മരത്തുമേന്ന് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലതിൽ നിന്ന് 1.5 കസേത്ത 2 കസേത്ത ഒരു കസേത്ത കിട്ടാനായിട്ട് 20 കിലോ കിട്ടാനായിട്ട് ഇത് എത്ര കൊല്ലം കഴിയണത് ഉണ്ടായി തുടങ്ങണമെങ്കിൽ? എല്ലാ കൊല്ലം ഉണ്ടാവും. എല്ലാ കൊല്ലം ഉണ്ടാവും അല്ല? എത്ര കൊല്ലം വളർച്ച ഉണ്ടാവണ ഒരു മരത്തിന്? മരം വെച്ച് 3 കൊല്ലം കഴിഞ്ഞാൽ കാച്ചു കൊടുക്കും. കാച്ചു കൊടുക്കും അല്ലേ? കുറേശ്ശെ ഉണ്ടാവുള്ളൂ. ബെഡ് തൈ ആണെങ്കിൽ കേട്ടോ, ഇപ്പൊക്കെ ബെഡ് തൈയുള്ള അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുന്ന. അങ്ങനെ ഒലിവ് പറക്കില് 5-ാം ദിവസം കാലത്ത് ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. പ്രാഞ്ചേട്ടാ, എങ്ങനെയുണ്ട്? ഇറ്റലിയിൽ നല്ല അടിപൊളി കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന കൂട്ടുകാരാണ് ഇന്ന് ഒലിവ് പറിക്കുന്നത്. ഇവരൊക്കെ വളണ്ടിയർമാരായിട്ട് വന്നേക്കെ. ഇതാ കാണുന്നതാണ് ഫ്ലോറൻസിലെ എയർപോർട്ട്. ഇതൊക്കെ ഇന്ന് ഞങ്ങള് മുഴുവൻ കളക്ട് ചെയ്താണ് ഈ ഒലിവ്. എത്ര കൊട്ടയാണെന്നൊക്കെ ഇനി 2 കൊട്ടയും കൂടി കൊണ്ടുപോകാനുണ്ട് കേട്ടോ. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഏകദേശം 36 കൊട്ടയോളം ഒലിവ് കളക്ട് ചെയ്തു. ഈ ഒലിവ് ഞങ്ങൾ നേരെ മില്ലിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ നിന്നാണ് ഇത് ഒലിവ് കായ ആട്ടുന്നത്. ഈ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ്. സ്പെയിനാണ് ഏറ്റവും കൂടുതൽ ഒലിവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റലി ലോകത്തിൽ 2ാമതാണ്. അതേപോലെ ഫ്രാൻസും പോർച്ചുഗലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ ഏറ്റവും ഫേമസ് ഇറ്റലിയിലെ ടസ്കണിയിൽ നിന്നാണ്. ഞങ്ങളിപ്പോൾ ടസ്കണിയിലുള്ള ഫ്ലോറൻസിലാണ്. അവിടുത്തെ ഒരു കുന്നിൻ മുകളിലാണ് ഈ മില്ലിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഈ ഒലിവ് കായ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരിത് ഈ ഒലിവായ മെഷീനിലേക്ക് ഇട്ട് ആട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ എടുക്കുന്ന എങ്ങനെയാണെന്ന് ഇപ്പോൾ നേരിട്ട് കാണാം കേട്ടോ.